നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജോബ് തോമസ്. ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിൻ്റെ തിരുവനന്തപുരം ശാഖയിലെ പ്രധാന വൈദ്യനാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ISRO BSSC LPSC ഈ സ്ഥാപനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഓതറൈസ്ഡ് മെഡിക്കൽ ഓഫീസറാണ്. ഇത് വേനൽക്കാലം ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്ന അവസരത്തിൽ ദ്രാക്ഷാദി കഷായം തിളപ്പിച്ച് തണുത്ത വെള്ളവും അല്പം തേനും ചേർത്ത് പലവട്ടമായിട്ട് കുടിക്കാം. ദാഹത്തെ അകറ്റും, ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും, ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുകയും ചെയ്യും. യുക്തമായ എണ്ണകൾ ശിരസിൽ പുരട്ടി കുളിക്കുന്നത് ശരീര താപത്തെ അകറ്റുന്നതിന് സഹായിക്കും. ചെറിയ അമൃതാദി എണ്ണ, ത്രഫലാദി വെളിച്ചെണ്ണ ഇവയെല്ലാം നല്ലത് തന്നെയാണ്. വെളിച്ചെണ്ണയിൽ കാച്ചിയ എണ്ണകളായിരിക്കും നല്ലത്. കാരണം വെളിച്ചെണ്ണ നല്ലെണ്ണയെക്കാളും ലൈറ്റാണ്, ഒന്നുകൂടെ നേർത്തതാണ്. അത് തലയിൽ മരുന്നുകൾ ചേർത്ത് പാകപ്പെടുത്തി തലയിൽ തേച്ച് കുളിക്കാം. ശരീരത്തിൽ പിണ്ടതൈലം പ്രയോജനപ്പെടും. ശരീരം തണുക്കുന്നതിന് അത് നല്ലതാണ്. ഉച്ചയ്ക്ക് വിശന്ന് ഇരിക്കാൻ പാടില്ല. വിശപ്പുള്ളപ്പോൾ ചെറിയ രീതിയിൽ പഴങ്ങളോ മറ്റോ ചവച്ച് കഴിക്കണം. പഴച്ചാറുകളെക്കാളും എപ്പോഴും പഴങ്ങൾ ചവച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ നാരുകളുണ്ട്, മലശോധനയെ സഹായിക്കുകയും ചെയ്യും.